എബ്രായലേഖനം 13-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എബ്രായലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ ഏകദേശം പകുതി ഭാഗം വരെ പത്യോപദേശമാണ്. അതിനുശേഷം 12-ാം അധ്യായത്തിന്റെ പകുതി മുതൽ 13-ാം അധ്യായവും ധർമ്മോപദേശമാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്താണ് പത്യോപദേശം, എന്താണ് ധർമ്മോപദേശം? പത്യോപദേശം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശം, അപ്പോസ്തലിക ഉപദേശങ്ങളും, അല്ലെങ്കിൽ ഭാവിയായ ഒരു മനുഷ്യൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും അവൻ എപ്രകാരം നീതീകരിക്കപ്പെടുന്നു, അതിനുശേഷം അവന്റെ വിശദീകരണം എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നുവെന്നും എങ്ങനെ പൂർത്തീകരിക്കപ്പെടണം എന്നും, അങ്ങനെ അവൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ എപ്രകാരം തീരും എന്നുള്ള ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയമാണ്. അതിനെയാണ് നമ്മൾ പത്യോപദേശം എന്ന് പറയുന്നത്. എന്നാൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ തിമോഥെയോസിന്റെ കത്തിൽ നാം വായിക്കുന്നു, അന്ത്യകാലത്തിന്റെ സവിശേഷത എന്ന് പറയും പത്യോപദേശം ആർക്കും വേണ്ട. അവർ പത്യോപദേശം കുറുക്കാതെ താല്പര്യമില്ലാതെ കർണരസമാകുമാറ് കേൾക്കാൻ വേണ്ടി അങ്ങനത്തെ കെട്ടിയതുകൾ കേൾക്കാൻ വേണ്ടി അവരുടെ കാതുകളെ കൂർപ്പിക്കുന്ന കാലം വരും എന്ന് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ താല്പര്യം ഈ 13-ാം അധ്യായം ധർമ്മോപദേശമാണ്. ആ ധർമ്മോപദേശത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരായ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും, ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ വന്ന അവരിൽ അനേകർ തടവിലാക്കപ്പെട്ടു. ഇന്നും നമ്മുടെ ഈ ഭൂമിയിൽ പല രാജ്യങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ മാർഗത്തിൽ നടക്കാൻ മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് അനേകർ ഈ കാലഘട്ടത്തിലും ജയിലിലെ തടവറകളിൽ ആയി പലവിധമായ പെർസിക്യൂഷൻ, ശാരീരികമായ പീഡനങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, നിന്ദകളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിലും അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതും ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ വെളിയിൽ ഉള്ള സംഭവമല്ല, അതും ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന അങ്ങനെയുള്ളവരെയൊക്കെ നാം ഓർത്തുകൊള്ളണം എന്നാണ്. നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെ ഒരു കൊലപാതകനായിട്ട് ജയിലിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലല്ലോ ഇവിടെ പ്രതിപാദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ട് പിടിക്കപ്പെട്ടു അവൻ അതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലിനെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്നുള്ളതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്പഷ്ടമായും അറിയാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവജന നിമിത്തമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ വഴിയിൽ പോകാൻ മനസ്സ് വെച്ചിട്ട് നിമിത്തമായിട്ട് അങ്ങനത്തെ പ്രയാസങ്ങൾ ആയിരിക്കുന്നവർ, നിങ്ങളും പല തടവുകാരെയും അങ്ങനെയുള്ള തടവുകാരെ നിങ്ങൾ നോക്കണം എന്ന് മാത്രമല്ല, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും എന്ന അപ്പോസ്തലനായ പൗലോസ് അവരെ പ്രബോധിപ്പിക്കും. അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവും ആയിരിക്കും. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവും ആയിരിക്കട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യമാണെന്ന് പറയുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, കാലഘട്ടത്തിൽ ബഹുഭാര്യത്വം നിലവിലുന്ന കാലഘട്ടമായിരുന്നു. അത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒന്നിലധികം ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു പരിധിക്കപ്പുറത്ത് അപാകതയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ആണ് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് കത്തെഴുതുമ്പോൾ ഒരു മൂപ്പന്റെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ ആ മൂപ്പന്റെ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ കഴിയും. ആ കാലത്ത് ഏകഭാര്യയിൽ കൂടുതൽ ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ ഒരുപക്ഷെ സഭയിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായും അപ്പോസ്തലൻ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന അധ്യക്ഷൻ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു, അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നുള്ള നിബന്ധന വെക്കാൻ കാരണം ഒന്നിലധികം ഭാര്യമാരെ, ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം
ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ഏത് കാര്യത്തിനും ഏത് നിസ്സാര യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ വന്ന് ചോദിച്ചിട്ട് ഏത് കാര്യം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ? അപ്പൊ യേശു പറഞ്ഞു, അത് നിങ്ങളുടെ ഹൃദയകാരുണ്യ നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല വേണ്ടതെന്ന് യേശു പഠിപ്പിക്കുകയുണ്ടായി. ആകയാൽ ദൈവം കൂട്ടി ചേർത്തിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ള നിബന്ധന കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ ചോദിച്ചവരോട് വളരെ കർക്കശമായി പറയുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, ഈ പശ്ചാത്തലങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യം ചിന്തിക്കാൻ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, കിടക്ക നിർമ്മലമായി. വിവാഹ ജീവിതം പരിപാവനമായിരിക്കണം, നിർമ്മലമായിരിക്കണം. അതിൽ അശുദ്ധി അല്പം പോലും കലരാൻ പാടില്ല. അത് സഹോദരന്മാരെ കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ പുരുഷന്മാരെ കുറിച്ച് മാത്രമല്ല, സ്ത്രീകളെ കുറിച്ചും തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് പാതിവൃത്യമുള്ളവരായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അവരുടെ വിവാഹ ജീവിതത്തെ വളരെ പരിപാവനമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്ക് പൗലോസ് പറഞ്ഞിരിക്കുന്ന ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പൊ അതിന്റെ ആ വാക്കോടെ പറയാൻ കാരണം, ഇതിന് മുകളിലുള്ള കാര്യങ്ങളിൽ ഇമ്മോറലായിട്ട് അസാൻമാർഗികമായി കുടുംബജീവിതം നയിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം പറയണമെങ്കിൽ തീർച്ചയായും അസാൻമാർഗികമായ കുടുംബജീവിതം നയിക്കുന്നവര് ഒരുപക്ഷെ സഭയിലോ അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ പ്രയോജനം കിട്ടാൻ ഉള്ള ആളുകൾ അനേകരുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് താൻ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ചിന്തയിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ അപാകതയൊന്നുമില്ലാതെ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതെ ആയിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ നടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ഇന്ന മാതിരി ആയിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ ഒരു പ്രമാണം കൂടെ അപ്പോസ്തലൻ പൗലോസ് വെക്കും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ഇത് നേരെ വിപരീതമായ ഒരു ജീവിത ശൈലിയെ കുറിച്ചാണ് സുവിശേഷകരെന്ന് പറയുന്നവർ പോലും പറയുകയും പഠിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ മോഹങ്ങളെ ഇട്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകും, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, കണ്ടമാന സമ്പത്തുണ്ടാകും എന്നൊക്കെയുള്ള അബദ്ധമായ തെറ്റായ ദൈവികമല്ലാത്ത ഉപദേശങ്ങൾ വളരെ ശക്തിയോടെ വ്യാപരിക്കുകയും അതിനെ ചെവി കൊടുക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ വേർപെട്ട കൂട്ടമെന്ന് പറയുന്നവർ തന്നെയും എങ്ങനെ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ പണം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ പണം കിട്ടും എന്നുള്ള പഠിപ്പിക്കലും അതിനുവേണ്ടി ചെവി കൊടുക്കുന്നവരുമാണ് അനേകർ. അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായി. എന്നിട്ട് പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും എന്ന് പറയുമ്പോൾ പണത്തിന്റെ കാര്യം മാത്രമല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീട്, ആ വീട് കൊണ്ട് തൃപ്തിപ്പെടണം. ഇപ്പോഴുള്ള വാഹനം, അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇപ്പോഴുള്ള നിങ്ങളുടെ ശാരീരിക സൗന്ദര്യം, അതുകൊണ്ട് തൃപ്തിപ്പെടണം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജോലി, ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം എന്നാണ്. അത് പണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും, എല്ലാ മേഖലകളും എങ്ങനെ ആയിരിക്കുന്നോ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരും അതുകൊണ്ട് തൃപ്തിയുള്ളവരും ആയിരിക്കണം എന്നാണ് താൻ ഇവിടെ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഉള്ളത് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്ന ആ ഗ്രീഡി, അത്യാഗ്രഹമായ ഒരു ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രബോധനമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോസ്തലൻ പൗലോസ് ഇവിടുത്തെ നൽകുന്നതെന്നും ഗ്രഹിക്കാൻ കഴിയും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കണം, ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നവരായിരിക്കണം. എന്നിട്ട് പറയുന്നു, എന്താണ് ഇതിന്റെ അങ്ങനെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ? നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട്, നാളെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കും. ഇന്ന് നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ദ്രവ്യാഗ്രഹം ഒന്നും ഇല്ലാതിരിക്കും. അങ്ങനെ ഇരിക്കാം നമുക്ക്. എന്താ കാരണം? അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
ഇപ്പൊ നമ്മൾക്ക് ഇന്ന് ദ്രവ്യാഗ്രഹം ഇല്ലാതെ ഉള്ളത് കൊണ്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ആവശ്യങ്ങളൊന്നും നടക്കുകയില്ല, ഒന്നും നിറവേറപ്പെടത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ദൈവം നമ്മളെ വിളിച്ച കർത്താവ് ഈ ലോകത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മുൻപായിട്ട് 2000 വർഷത്തിനപ്പുറം ഇതെല്ലാം നമ്മിൽ ഒരുവനെ പോലെ ഈ ലോകത്തിൽ നടന്ന് കൃത്യമായിട്ട് ഇതെല്ലാം അനുഭവിച്ച ഒരുവനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കർത്താവിനറിയാം ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്നുള്ളത് കർത്താവിനറിയാം. ആ കർത്താവിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ഒരു നാളിലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നാം ഒന്നിനെ കുറിച്ചും ആകുലപ്പെടുകയോ വിചാരപ്പെടുകയോ, മത്തായി സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, സ്വർഗ്ഗസ്വനായ പിതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആകാശത്തിലെ പറവയെ നോക്ക്, വയലിലെ താമരയെ നോക്ക് എന്നെല്ലാം കർത്താവ് പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്നു, ഉള്ളവണ്ണം തൃപ്തിപ്പെടുക, ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ജീവിതമായിരിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റപ്പെടത്തില്ല. നമ്മൾക്ക് എന്താ പറയാ, ഒന്നും ഉണ്ടാകത്തില്ല എന്ന് അല്ല. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങൾ. മനുഷ്യന്റെ ആഗ്രഹം ഒന്ന്, ആവശ്യം രണ്ടും രണ്ട് കാര്യം. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളുമല്ല. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അപ്പൊ തന്നെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരാം എന്ന വാക്തത്വം ബൈബിളിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ എന്റെ പരിമിതമായ അറിവ് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആവശ്യങ്ങളെല്ലാം നൽകി തരാം എന്ന ദൈവത്തിന്റെ വാക്തത്വം വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് ആ ദൈവത്തിൽ എല്ലാ കാലത്തും നമുക്ക് ആശ്രയിക്കാൻ വകയുണ്ട്. ആ ദൈവത്തിന്റെ വാക്തത്വം ഒരിക്കലും ഭോഷ്കല്ല. ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ആ വാക്തത്വങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാൻ, ധൈര്യത്തോടെ ആശ്രയിക്കാൻ ഇടയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയും. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുമ്പോൾ ഇത് അവൻ, ആയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഇവിടെ ഇപ്പൊ നമ്മള് ഈ എബ്രായ ലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതേണ്ട പശ്ചാത്തലം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പം വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു. ഈ പ്രയാസം എന്ന് പറയുന്നത് എബ്രായ മതത്തിൽ നിന്ന്, അഥവാ ഇസ്രായേൽ ജാതികൾ എന്നുള്ള അവരുടെ ആ മതത്തിൽ നിന്ന്, ആ എബ്രായ മതത്തിൽ നിന്ന് ഇവർ പുറത്തു വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോകാൻ മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവരെ വല്ലാത്ത പീഡനങ്ങളിൽ കൂടി ഇപ്പൊ കടന്നു പോകും, വല്ലാത്ത പ്രയാസത്തിൽ കൂടി കടന്നു പോകും. ആ പ്രയാസം എന്ന് പറയുന്നത് അവരുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്വജാതിക്കാർ തന്നെയാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെയുള്ളവരോട് അപ്പോസ്തലൻ പറയുന്നു, ആയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യര് ആരെങ്കിലും എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും എന്നെ ഈ മാർഗത്തിൽ നിന്ന് പഴയ മാർഗത്തിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, കഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരോട് താൻ പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അത് ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്ത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, കർത്താവ് എനിക്ക് തുണയാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും, മറ്റുള്ള മനുഷ്യനെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല, എൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ യാതൊരു സാഹചര്യത്തെ കുറിച്ചോ, ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും വൈഷമ്യത്തെ കുറിച്ചോ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് എന്നെ സഹായിക്കുന്നതിനായി, തുണയായി കൂടെയുണ്ട്. അതിന്റെ അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. നമ്മളെ ദൈവവചനം പറഞ്ഞ് നമ്മളെ നടത്തിയവര് ഒരാളായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ ആരംഭത്തില് ഒരുപക്ഷെ നാമധേയ ക്രിസ്ത്യാനികളായി നാം ജീവിച്ചിരുന്ന കാലത്ത്
അവര് അവിടുത്തെ ദൈവജന ശുശ്രൂഷയും നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അതിനുശേഷം അതിൽ പുറത്ത് വന്നതിന് ശേഷം യഥാർത്ഥമായിട്ടുള്ള ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ഇത്രയും പ്രായത്തിനിടയിൽ നമ്മുടെ ആദ്യമേ നമുക്ക് ഭക്ഷണം തന്നത് നമ്മുടെ അമ്മമാരായി. എന്നാൽ അമ്മമാർ നമുക്ക് ഭക്ഷണം തന്നതിന് ശേഷം ഇപ്പോ എല്ലാവർക്കും കുഞ്ഞുങ്ങളായിരിക്കും അമ്മമാരായിരിക്കും. എന്നാൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമ്മമാരായിരിക്കത്തില്ല ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം അവർക്ക് വിളമ്പി കൊടുക്കുന്നതും ഒരു പക്ഷേ അവരുടെ ഭാര്യമാരായിരിക്കും, അല്ലെങ്കിൽ സഹോദരിമാരായിരിക്കും, അല്ലെങ്കിൽ ഇതിനൊന്നും സാധ്യതയില്ലാത്ത പലരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അനേകം അവര് ഹോട്ടലിൽ നിന്നായിരിക്കും ഭക്ഷണം. അപ്പോൾ ഒരാൾ മാത്രമാണ് എനിക്ക് ഭക്ഷണം തന്നതെന്ന് പറയത്തക്ക രീതിയിലുള്ള ആളുകളും തുലവും ചുരുക്കമായിരിക്കും. ആരും തന്നെ ഉണ്ടാകുന്ന ഒരു പക്ഷേ സാധ്യതയില്ല. അപ്പം പല ആളുകൾ തന്ന ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പല ആളുകളും ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അപ്പൊ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ആ പ്രസംഗം നമ്മൾ കേട്ടു, പലരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നടത്തിയവര് അതിൽ നിന്ന് ചുരുക്കമായിരിക്കും. 25 ആളുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നടത്തുന്നവരായി 5 പേരോ 10 പേരോ ഒക്കെ ഉണ്ടാവും. എല്ലാ ദൈവവചനം നമ്മൾ കേട്ടവരെല്ലാവരും നമ്മളെ നടത്തുന്നവരല്ല. അപ്പൊ നമ്മളെ ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു. അത് ഒരാളായിരിക്കത്തില്ല, പല ആളുകളും ആയിരിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. അവരിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു കാര്യം അവരുടെ വിശ്വാസം. അവരെ ദൈവമായി വിശ്വസ്തരായി യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടവരാണെങ്കിൽ അവരുടെ വിശ്വാസം അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം അടുത്ത വാക്യത്തിൽ പറയുന്നു. അതാണ് നമ്മുടെ ശ്രദ്ധേയമായ കാര്യം. വിശ്വാസം അനുകരിക്കണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവർ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവാവസാനം ആയി അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ അതാണല്ലോ ജീവാവസാനം എന്ന് പറയുന്നത്. അവരുടെ ജീവൻ അവസാനിച്ചു, അവരുടെ ഈ ലോകത്തിൽ ജീവിതം അവസാനിച്ചു. എന്നാൽ നമുക്ക് നമ്മളോട് ദൈവത്തിന് അവർ പ്രസംഗിച്ചു. നല്ല മാതൃകളെ അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും ഒരിക്കലും മാറ്റമില്ലാത്തത്. ഈ നമ്മളോട് ദൈവജനം പറഞ്ഞ് പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെല്ലാം മാറി. അതിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തത്. മറ്റു മനുഷ്യരെല്ലാം മാറിപ്പോയി. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, ഈ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ അനേകര് ഈ വഴി വിട്ട് പഴയ എബ്രായ മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കത്തെഴുതുന്നത്, ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് താൻ പറയുന്നു, ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അടുത്ത വാചകം, ആചരിച്ചു പോരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാകട്ട കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ആചരിച്ചു പോരുന്ന ഭോജന നിയമം, യഹൂദന്മാർക്ക് ഭക്ഷണത്തിന് നിബന്ധനകളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് പോലും നിബന്ധന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പത്രോസ് യെരൂശലേമിൽ നിന്ന് മറ്റു വിശുദ്ധന്മാർ വന്നപ്പോൾ പത്രോസിന്റെ മേലെ പൗലോസ് ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായി. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അവിടെ യഹൂദന്മാര് കൈ കഴുകിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ജാതികൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും. കൈ കഴുകാതെ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് കൈ കഴുകുന്നില്ല എന്നുള്ളതല്ല. യഹൂദന്മാർ കൈ കഴുകുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകമായ ചില നിബന്ധനകളുണ്ട്. നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൈ വെള്ളം അല്ലെങ്കിൽ വെള്ളം മാത്രമേ കഴുകി നമ്മൾ ഭക്ഷണം കഴിക്കും. അല്ല, യഹൂദന്മാർ അങ്ങനല്ല. കൈയുടെ വെള്ളം മാത്രമല്ല കഴുകി, അവർ മുട്ടിന്റെ താഴോട്ട് മൊത്തം അവർ കഴുകി വൃത്തിയാക്കി. അങ്ങനെ ഒരു ആചാരം അവർക്കുണ്ടായിരുന്നു.
അതാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ചെളിയും മണ്ണും ഒക്കെ പൊരിച്ച് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല. യഹൂദന്മാരുടെ ആചാരപ്രകാരം അവർക്കൊരു ആചാരമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് കൈ കഴുകുന്നതിന് പോലും ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതിന് മാത്രമല്ല, എല്ലാ ഭക്ഷണവും അവർ കഴിക്കത്തില്ല. അതാ യേശു ക്രിസ്തു അതിന് ഒരു പഠിപ്പിക്കൽ ഇങ്ങനെ യേശു പറയുണ്ടായല്ലോ, മനുഷ്യന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ എന്നാല് യഹൂദന്മാര് ചിന്തിച്ചിരുന്നത്, അവർ മോശ ന്യായപ്രമാണ പ്രകാരം അവർ മനസ്സിലാക്കിയിരുന്നത്, ഇപ്പോ ചില മാംസമാണ് പോലും ചില മാംസം അവർ തിന്നാൻ പറ്റത്തില്ല. അത് അവർക്ക് നിശ്ചിതമല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ പത്രോസ് ആ തുപ്പട്ടി, പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ യാത്രയെ നമ്മൾ പരിശോധിക്കുമ്പോൾ, പത്രോസ് പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ഉറങ്ങിയ സമയത്ത് ആകാശത്തിൽ നിന്നൊരു തുപ്പട്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. അതിലെല്ലാ വിധമായ മൃഗങ്ങളും ഉണ്ട്, ഏഴുജാതി ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ശുദ്ധി ഉള്ളതുകൊണ്ട് ശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് അറുത്ത് ഭക്ഷിക്ക എന്നൊരു ശബ്ദം താൻ കേട്ടു. ഉടനെ താൻ പറയുന്ന മറുപടി, ഒരിക്കലും ഇങ്ങനെ മലിനമായി ഞാൻ ഭക്ഷിക്കത്തില്ലല്ലോ എന്ന് മറുപടിയായി. ഉടനെ അതിന്റെ മറുപടിയായിട്ട് ദൈവം പറയുന്നത്, ദൈവം വിശദീകരിച്ചത് നീ മലിനമെന്ന്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, യഹൂദന്മാരുടെ ഭക്ഷണത്തിന് എല്ലാ ഭക്ഷണവും എല്ലാ മാംസവും ഭക്ഷിക്കത്തില്ലായിരുന്നു, എല്ലാ ഭക്ഷണവും ഭക്ഷിക്കത്തില്ലായിരുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങള് അത് ആചരിച്ച് വന്നവർക്ക് ഒരു പ്രയോജനമില്ലായിരുന്നു. ആത്മീയമായിട്ട് ഇതിനൊന്നും യാതൊരു പ്രസക്തിയുള്ള കാര്യമല്ല. ഇത് ഭക്ഷണം മനുഷ്യൻ കഴിക്കുന്നു എന്നുള്ളത് ദൈവവുമായിട്ട് അവനെ അടുപ്പിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട്, നാം കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുമില്ല, നമ്മളെ അടുപ്പിക്കുന്നുമില്ല. അപ്പം അതല്ല, നാം കഴിക്കുന്ന ഭക്ഷണം ഏത് എന്നുള്ളത് നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡമല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആചരിച്ചു പോരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളായിരുന്നു. എന്നാൽ അതല്ല, കൃപയാലാണ് നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കേണ്ടത്. ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഇനി 10ാമത്തെ വാക്യം, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. കൂടാരം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമാഗമന കൂടാരത്തിൽ, ആ സമാഗമന കൂടാരത്തിന്റെ അതേ രീതിയിലാണ് ശലോമൻ പണി കഴിപ്പിച്ച യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചത്. അതിൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കുറച്ചുകൂടെ ഒത്തിരി പണികളിൽ ഇന്നത്തെ കണക്കിനാണ് കോടിക്കണക്കിന് ഡോളർ അതിനകത്ത് വെള്ളി, പൊന്ന്, ഇങ്ങനെ കാര്യങ്ങൾ. എന്നാൽ അതിന്റെ യഥാർത്ഥമായ അതിന്റെ പ്രിന്റ് കിട്ടിയത്, ശലോമോന്റെ ദേവാലയത്തിന്റെ പ്രിന്റ് ശലോമോന് കിട്ടിയത് സമാഗമന കൂടാരത്തിൽ. അപ്പൊ അങ്ങനെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ പതിപ്പായിരിക്കുന്ന പുതിയ ആ യെരൂശലേമിലുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നവർക്ക്, ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക്. അപ്പൊ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നത് പുരോഹിതന്മാരാണ്. അപ്പൊ ഈ പുരോഹിതന്മാരുടെ അഹോവൃത്തിക്ക് വേണ്ടി ഈ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്ന, യാഗം കഴിക്കുന്ന പുരോഹിതന്മാർക്ക് കുറെ പോർഷൻ അവർക്ക് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നാല് രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പാപയാഗത്തിന്റെ ഒരു പോർഷൻ പോലും പുരോഹിതന് അവകാശപ്പെട്ടതല്ല. അത് മുഴുവൻ ചുട്ടുകളയണമായിരുന്നു, ദഹിപ്പിക്കണമായിരുന്നു. എന്നാൽ ബാക്കിയുള്ള എല്ലാ യാഗങ്ങളിലെയും തന്നെ, മിക്ക യാഗങ്ങളിലെയും കുറെ പോർഷൻ, കുറെ ഭാഗം ഈ യാഗം കഴിക്കുന്ന പുരോഹിതന് അവകാശപ്പെട്ടതായിരുന്നു. ഇവിടെ പറയുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്ത ഒരു യാഗപീഠം നമുക്ക്. അപ്പൊ നമുക്കൊരു യാഗപീഠമുണ്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു യാഗപീഠം അന്ന് പണിതിരുന്നു, അതിൽ യാഗം കഴിച്ചിരുന്നു. ആ യാഗം കഴിച്ചിരുന്ന ആ യാഗത്തിന്റെ കുറെ ഭാഗങ്ങൾ യാഗം കഴിക്കുന്ന പുരോഹിതന് മാറ്റിവെക്കാൻ, അതല്ലെങ്കിൽ അവന്റെ അഹോവൃത്തിക്ക് വേണ്ടി എടുക്കാൻ ദൈവം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോ ഇവിടെ പറയുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. അപ്പൊ ഇന്ന്
ഇന്നും അങ്ങനത്തെ ഒരു യാഗപീഠമുണ്ട്, ഒരു യാഗമുണ്ട്, ഒരു പുരോഹിതനുണ്ട്. അന്ന് അക്ഷരീയമായ ഒരു യാഗപീഠമുണ്ടായിരുന്നു, ഒരു യാഗമുണ്ടായിരുന്നു, ഒരു പുരോഹിതനുമുണ്ടായിരുന്നു. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു അന്നുണ്ടായിരുന്ന പുരോഹിതൻ. പുരോഹിതന്മാരെല്ലാം ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരാ പുരോഹിതന്മാർ. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ജാതികളായിരിക്കുന്ന നമ്മളും ആ പുരോഹിതനാണ്, പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണെന്ന് അപ്പോസ്തലൻ പത്രോസിന്റെ എഴുത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മള് വിളിച്ചിരിക്കുന്ന ഒരു വിളിയില് നമ്മള് രാജാക്കന്മാരാണ്. അപ്പോൾ തന്നെ രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെ ആ പുരോഹിത വർഗമാക്കി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി. അപ്പോ ദൈവത്തിന് കൂടാരത്തിൽ ശുശ്രൂഷിച്ചിരുന്നവർ, ദൈവത്തിന് യാഗം കഴിച്ചിരുന്നവര് ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടവരായിരുന്നു. അവർ പുരോഹിതന്മാരായിരുന്നു. അവർ ലേവ്യ ലേവ്യ ഗോത്രത്തിൽ ഉള്ളവരും ആയിരിക്കും. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ദൈവം വിളിച്ചിരിക്കുന്ന, യേശു ക്രിസ്തു മുഖാന്തരം ദൈവം വിളിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന പുരോഹിതരാണ്. അപ്പൊ അങ്ങനെയുള്ള പുരോഹിതൻ യാഗം കഴിക്കുമ്പോൾ ആ ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിലാണ് യാഗം കഴിക്കുന്നത്. അന്ന് സമാന കൂടാരം അല്ലെങ്കിൽ ആ സമാന കൂടാരത്തിന്റെ പ്രിന്റ് ആയിരിക്കുന്ന യെരുശലേം ദേവാലയത്തിൽ യാഗം കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു കൂടാരം ഉണ്ടെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇന്ന് ആ കൂടാരം എന്താണ്? ഇന്ന് ആ കൂടാരം നമ്മുടെ ശരീരമാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ പാർപ്പിടം ഇതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നും കൂടാരമുണ്ട്. അന്ന് മോശയുടെ ന്യായപ്രമാണ പ്രകാരം 48 പലകൾ കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ മൂടിശീലകൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു കൂടാരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കൂടാരം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഈ കൂടാരത്തിന്റെ ഉള്ളിൽ, ഈ കൂടാരത്തിൽ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷ ഒരു യാഗമാണ്. അപ്പൊ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. ഇന്ന് യാഗപീഠവും യാഗവസ്തുവും യാഗം കഴിക്കുന്ന പുരോഹിതനും നാം തന്നെയാണ്. അപ്പൊ അങ്ങനെ യാഗം കഴിക്കുന്ന ഈ പുരോഹിതന് ഈ യാഗവസ്തുവിൽ ഒന്നും അഹോവൃത്തിക്ക് മാറ്റിവെക്കാൻ നിവൃത്തിയില്ല. അതിന്റെ വളരെ കൃത്യമായ സ്പഷ്ടമായതുമായ ഒരു വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ഇന്നും ഒരു യാഗം, അന്നൊരു യാഗം ഉണ്ടായിരുന്നു. അത് ജീവനില്ലാത്ത യാഗങ്ങളായിരുന്നു ആ യാഗപീഠത്തിൽ നടന്നിരുന്നു. കാരണം ജീവനോട് കൂടി ഒരു ആടിനെയോ ഒരു കാളയെയോ ഒരു പ്രാവിനെയോ ഒക്കെ ദേവാലയത്തിൽ കൊണ്ടുവരും. പക്ഷെ ആ പാപം ചെയ്തവൻ അതിന്റെ തലമേൽ കൈവച്ച് കുറ്റമെല്ലാം അതിന്റെ മേലെ ഏൽപ്പിച്ച് അവൻ അതിനെ അറുത്ത് അവൻ അതിന്റെ തോല് ഉരിച്ച് അവൻ അതിനെ ഘട്ടം ഘട്ടമാക്കി യാഗപീഠത്തിന്റെ മുകളിൽ വെക്കേണ്ട വരെ അവന്റെ പണിയായിരുന്നു. എന്നാൽ അതിനുശേഷം അത് ദഹിപ്പിക്കുന്ന ശുശ്രൂഷ പുരോഹിതന്റേതുമായിരുന്നു. ഇവന് ദഹിപ്പിക്കുന്ന കാര്യത്തിൽ ഈ കുറ്റം ചെയ്തവന് യാതൊരു പങ്കുമില്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ആ കാലത്ത് ആ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തവർക്ക് അതിന്റെ കുറെ ഭാഗം, ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കുറെ ഭാഗം അവർക്ക് അഹോവൃത്തിക്ക് വേണ്ടി എടുക്കാമായിരുന്നു. ഇന്ന് സമൂലമായും പൂർണ്ണമായും സമ്പൂർണമായും അശേഷം യാഗപീഠത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചേ മതിയാവും. ആ യാഗം മാത്രമേ ദൈവം അംഗീകരിക്കൂ. അത് നാം ഓരോരുത്തരും നമ്മളെ തന്നെ, നമ്മുടെ എല്ലാ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സും എല്ലാം ആ യാഗം പീഠത്തിൽ, ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു ശരീരം ദൈവത്തിന്റെ ആ യാഗപീഠത്തിൽ സമർപ്പിച്ച് യാഗമായി തീരണം.
ഇതെല്ലാം ഇത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മളാ ചെയ്യേണ്ടത്. കാരണം നമ്മളാ പുരോഹിതൻ. ഞാൻ ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ മറ്റൊരു ആടിനെയോ പ്രാവിനെയോ അല്ല, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അത് എവിടെ സമർപ്പിക്കണം? ആ യാഗപീഠത്തിൽ സമർപ്പിക്കണം. ആ യാഗപീഠം എന്താണ്? ആ യാഗപീഠം ഞാൻ തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ സമർപ്പിക്കുമ്പോൾ എനിക്ക് അഹോവൃത്തി കഴിക്കാൻ അതിൽ നിന്ന് എടുത്തിട്ട് അഹോവൃത്തി കഴിപ്പാൻ നിവൃത്തിയില്ല. അഹോ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. എന്നാൽ അവർക്ക് അതിനകത്ത് ആ അക്ഷരീകമായ മോശയുടെ ന്യായപ്രമാണ പ്രകാരം യാഗം കഴിച്ചിരുന്ന അവർക്ക് ആ അഹോവൃത്തി കഴിപ്പാൻ വകയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക്, ഈ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന നമുക്ക്, നാം ആകുന്ന കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന, നാം ആകുന്ന നമ്മൾ തന്നെ യാഗമായി സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമുക്കിന്ന് അഹോവൃത്തി കഴിപ്പാൻ ഇതിൽ നിന്ന് യാതൊരു അനുവാദവും ദൈവം തന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു ശകലം പോലും, ഒരു പോർഷനെങ്കിലും ഞാൻ കഴിക്കണ്ട എന്നുള്ള ഒറ്റ ഒരു ഭാഗം പോലും നമ്മളില്ല. സമൂലമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത് മാത്രമേ ഇന്ന് നമ്മിലുള്ളൂ. അങ്ങനെ സമർപ്പിക്കുന്ന സമർപ്പണത്തെയാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് അവിടെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആരാധന എന്ന് പറയുന്നത് യാഗമാണ് എന്നുള്ള സത്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. അപ്പൊ അങ്ങനത്തെ ഒരു ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അങ്ങനത്തെ യാഗപീഠം നമുക്കുണ്ട്. ഈ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന്റെ പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ഇത് അല്പം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വാക്യത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലാണ്. നമ്മൾക്ക് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ വകയില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ആ യാഗപീഠം നമ്മൾ ഓരോരുത്തരുമാണ്. യാഗവസ്തു നമ്മളാണ്. യാഗം കഴിക്കുന്ന പുരോഹിതൻ നമ്മളാണ് എന്നുള്ള ഈ കാര്യത്തിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അതിന്റെ ബാക്കി കാര്യം ഈ അതിവിശുദ്ധത്തേക്ക് കൊണ്ടുപോകുന്ന രക്തം കൊണ്ടുപോകുന്ന മൃഗം എന്താണെന്നും ഏതാണെന്നും അതിന്റെ പ്രോസസ് എന്താണെന്നുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് പഠിക്കാൻ ദൈവം നമ്മളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.